സ്മൃതി, ഞാൻ ആം ആദ്മി പാർട്ടിയെ വിശേഷിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ്. അഥവാ ഒരു NGO ടേൺഡ് പൊളിറ്റിക്കൽ പാർട്ടി. ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ നിന്നും പരിവർത്തൻ എന്ന് പറയുന്ന ഒരു NGO ആയിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാൾ ആദ്യം ഫ്ലോട്ട് ചെയ്യുന്നത്. ഈ പരിവർത്തനിൽ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം പ്രവർത്തിച്ച വനിത കൂടിയാണ് ഈ സ്വാതി മലിവാൾ എന്ന് പറയുന്ന നേതാവ്. ആ സ്വാതി മലിവാളും അരവിന്ദ് കെജ്രിവാളും തുടങ്ങിയ പരിവർത്തനാണ് പിന്നീട് പല ഘട്ടങ്ങളിലൂടെ കടന്ന ആം ആദ്മി പാർട്ടിയെ മാറിയത്. ഇപ്പോഴും ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അടിസ്ഥാനമായി ഒരു പരിണമിച്ചിട്ടില്ല. അതിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു ഐഡിയോളജിക്കൽ കൊഹറൻസ് അഥവാ പ്രത്യയശാസ്ത്ര പരിപാടിയില്ല. അത് പലപ്പോഴും BJPയുടെ ബി ടീം എന്ന നിലയിൽ BJPയുടെ ആശയങ്ങളെ വളരെ മൃദുവായി പരിഭാഷപ്പെടുത്തി മിഡിൽ ക്ലാസ്സുകാരൻ്റെ ആസ്പിരേഷൻസിനെ, അവൻ്റെ സ്വപ്നങ്ങളെ താലോലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. മെയ് 13-ാം തീയതിയാണല്ലോ ഈ സംഭവം നടക്കുന്നത്. മെയ് 13-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിലേക്ക് സ്വാതി മലിവാൾ എന്ന ഡൽഹിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ MP വരുന്നു. പക്ഷേ നേരത്തെ MV നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു സമരപരിപാടിയിലും ഒരു പ്രസ് കോൺഫറൻസിലും സ്വാതി മലിവാളിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതിഷിയും ഒരുപക്ഷെ പിന്നീട് സഞ്ജയ് സിംഗ് പുറത്തിറങ്ങുമ്പോൾ സഞ്ജയ് സിംഗും ഭരദ്വാജും ഒക്കെ തുടർച്ചയായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോഴും സ്വാതി മലിവാൾ എന്ന ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭാ അംഗത്തിൻ്റെ അഭാവം വളരെ ശ്രദ്ധേയമായിരുന്നു. മാത്രവുമല്ല, സ്വാതി മലിവാളിൻ്റെ ആദ്യ ഹസ്ബൻഡ് നവീൻ ജയ്ഹിന്ദിന് റോത്തക്കിൽ പോലും ഒരു സ്ഥാനാർത്ഥിത്വം ആദ്യം നൽകാമെന്നത് നമ്മൾ കേട്ടിരുന്നതുമാണ്. നവീൻ ജയ്ഹിന്ദ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ വന്നിട്ടുണ്ട്, എക്സ് ഹസ്ബൻഡാണ്. അപ്പോൾ സ്വാതി മലിവാൾ വീട്ടിലേക്ക് ചെല്ലുന്നു. ഡ്രോയിങ് റൂമിൽ അരവിന്ദ് കെജ്രിവാളിനെ കാത്തിരിക്കുന്ന സമയത്താണ് വൈഭവ് കുമാർ ആക്രമിച്ചത് എന്ന് 14-ാം തീയതി ആം ആദ്മി പാർട്ടി സ്പോക്ക് പേഴ്സൺ തന്നെ എല്ലാ മാധ്യമങ്ങളോടും പറയുന്നുണ്ട്. ഇത് അരവിന്ദ് കെജ്രിവാൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു നടപടി സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി ലീഡർ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്തെന്നാൽ, ഈ ദിവസം ഈ വൈഭവ് കുമാർ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഈ സ്വാതി മലിവാൾ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പ് 2 പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും FIR ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ FIR ഇപ്പോൾ ഇടേണ്ടതില്ല എന്ന് പറഞ്ഞ് സ്വാതി മലിവാൾ ഡൽഹി സിവിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകുന്നു എന്നതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം ഇതൊരു വലിയ പൊളിറ്റിക്കൽ വിഷയമായിട്ട് ഉയരുന്നു. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈഭവ് കുമാറും സ്വാതി മലിവാളും അവർ രണ്ടുപേരും ഏറെക്കാലമായി പരസ്പരം അറിയുന്നവരാണ്. പരിവർത്തൻ കാലത്ത് അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിന്നയാളാണ്. അതിനുശേഷം ഡൽഹി വനിതാ കമ്മീഷനിൽ സ്വാതി മലിവാളിനെ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. രാജ്യസഭയിലേക്കും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ആ ഘട്ടങ്ങളിലെല്ലാം വളരെ ആഴത്തിലുള്ള സൗഹൃദ ബന്ധവും രാഷ്ട്രീയ ബന്ധവും അരവിന്ദ് കെജ്രിവാളും സ്വാതി മലിവാളും തമ്മിലുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ സ്വാതി മലിവാളിന്റെ അസാന്നിധ്യം ആം ആദ്മി പാർട്ടിയിലെ ചില നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാതി മലിവാളിനെ അരവിന്ദ് കെജ്രിവാൾ, അല്ലെങ്കിൽ സ്വാതി മലിവാളിനെ അരവിന്ദ് കെജ്രിവാൾ കാണാനൊന്നും അത്ര ബുദ്ധിമുട്ടേണ്ട സമയമോ ഡ്രോയിങ് റൂമിൽ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഏകദേശം ആം ആദ്മി പാർട്ടിക്ക് അനഭിമതയായി കഴിഞ്ഞിരുന്നു സ്വാതി മലിവാൾ എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് അതിഷി പറയുന്നത് ഇപ്പോൾ ഈ സ്വാതി മലിവാൾ റിക്രൂട്ട്മെന്റ് കേസിലടക്കം BJPയുടെ റഡാറിലുള്ളതാണ്, EDയുടെ റഡാറിലുള്ളതാണ്, ബ്ലാക്ക് മെയിൽ ചെയ്തതുകൊണ്ടാണ് സ്വാതി മലിവാൾ ഇത്തരം പ്രവർത്തനം നടത്തുന്നത് എന്നാണ്. പക്ഷേ സ്വാതി മലിവാളിനെ പോലുള്ള ഒരു വനിത പിന്നീട് സിവിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് FIR ഇടത്തക്ക രീതിയിൽ തന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. തന്നെ വൈഭവ് കുമാർ അറ്റാക്ക് ചെയ്തു, വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി തനിക്കുണ്ട് എന്ന് പറയുന്നു. ഇന്നിപ്പോൾ എയിംസിൽ നിന്ന് വന്നിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും അത് ശരിവയ്ക്കുക കൂടി ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ഘട്ടത്തിൽ സ്വാതി മലിവാളിനോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുക. പക്ഷെ അതിനുള്ള പ്ലോട്ട് സംശയിക്കുന്നത് ആം ആദ്മി പാർട്ടി വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. നേരത്തെ തന്നെ വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ED നടത്തിയിരുന്നതാണ്. ഡൽഹി ജയിൽ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഴിമതി കേസ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ED റെയ്ഡുകൾ നടന്നിരുന്നു. അപ്പോൾ വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്താൽ ഇറ്റ്സ് വെരി ക്ലോസ് ടു അരവിന്ദ് കെജ്രിവാൾ. അതാണ് അരവിന്ദ് കെജ്രിവാൾ നാളത്തെ രാഷ്ട്രീയ പ്രതിരോധമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതാ തുടർച്ചയായിട്ട് മനീഷ് സിസോദിയെ, അരവിന്ദ് കെജ്രിവാളിനെ, സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നാളെ ഇനി അതിഷിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, പുറത്തുള്ള ഭരദ്വാജിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നാളെ ഒരു പൊളിറ്റിക്കൽ പരേഡാണ്. പക്ഷേ ഈ വിവാദം യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയിരുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിൽ BJP അതിനെ ഏറ്റെടുത്തിട്ടുള്ള കൗണ്ടർ ക്യാമ്പയിൻ ശക്തമാണ്. അതിനെ നേരിടാനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലയിലാണ് അരവിന്ദ് കെജ്രിവാൾ പോകുന്നത്. കാരണം മെയ് 14-ാം തീയതി ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി സ്പോക്ക് പേഴ്സൺ നടത്തിയ പ്രസ് കോൺഫറൻസിൽ സ്വാതി മലിവാളിനോടൊപ്പം നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളെയാണ് കണ്ടതെങ്കിൽ
അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ എഫ്ഐആറിലെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന വൈഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അരവിന്ദ് കെജ്രിവാളിന് ക്ഷീണം തന്നെയാണ്. മാത്രവുമല്ല, അതിനെ മറികടക്കാൻ വേണ്ടി നാളെ BJP ആസ്ഥാനത്തേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. കാരണം താൻ തന്നെ വിശ്വസിച്ചിരുന്ന തന്റെ തന്നെ MP ആയ, അതും ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് നിർഭയ വിഷയത്തിലടക്കം ചില വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്വാതി മലിവാളിനെ പോലുള്ളൊരു വനിതയെ ആക്രമിച്ചതിനു ശേഷം സ്വാതി മലിവാളിനോടൊപ്പം എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നില്ല എന്ന ചോദ്യം ഉയരുമ്പോഴാണ് നാളത്തെ ഒരു പൊളിറ്റിക്കൽ മാർച്ച് ഒരു ഡിഫൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം ഈ 25-ാം തീയതി ഡൽഹിയിലേക്കും ഹരിയാനയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ജൂൺ 1-ാം തീയതി പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇവിടെയൊക്കെ വളരെ വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത്. അവിടെ 6-1 എന്നതാണ് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സീറ്റ് വിഭജനം. അവിടെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരമാണ് ഇത്തവണ ഡൽഹിയിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. ഹരിയാനയിലെയും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. കഴിഞ്ഞ തവണ ഹരിയാനയിൽ 10 സീറ്റും BJP നേടിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഹരിയാനയിൽ ഒരു സീറ്റിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്, കുരുക്ഷേത്രത്തിൽ. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസുമാണ്. അപ്പോൾ ഹരിയാനയിലും ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ട്. പഞ്ചാബിൽ എല്ലാ പ്രീ പോൾ ഫലങ്ങളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ്. 12 സീറ്റുകൾ വരെ പരമാവധി നേടാം എന്നാണ് പല പ്രീ പോൾ സർവേകളും പറയുന്നത്. 13 സീറ്റിൽ 10 മുതൽ 12 വരെ സീറ്റുകൾ നേടാമെന്ന് പറയുമ്പോൾ അത്രയും വലിയ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനും കോൺഗ്രസിനും അവിടെയുണ്ട്. അവർ പരസ്പരം ഇന്ത്യ മുന്നണിയായിട്ടല്ല ഏറ്റുമുട്ടുന്നതെങ്കിൽ പോലും വലിയ ആത്മവിശ്വാസമുള്ള മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ സ്വാതി മലിവാളിന്റെ വിഷയം BJP ഉപയോഗിക്കും. അതുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ രംഗത്ത് വരുന്നത്. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നുള്ള ഒരു ക്യാമ്പയിനിലേക്ക് തിരിച്ചു പോകുന്നത്. പക്ഷേ അപ്പോഴും സ്വാതി മലിവാളിന് സംഭവിച്ച പരിക്ക് അത് എന്തുകൊണ്ടാണ് എന്നത് ഇനി വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. വൈഭവ് കുമാർ ഏതെങ്കിലും തരത്തിൽ സ്വാതിയെ അറ്റാക്ക് ചെയ്തു എന്നത് ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഈ പരിക്കുകളിലൂടെ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നൊരു വസ്തുതയാണ്. സ്വാതി മലിവാൾ അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർത്തുകയും ചെയ്യും. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ സ്വാതി മലിവാൾ ഈ BJPയുടെ പിന്തുണ വേണ്ടെന്ന് വയ്ക്കുമോ, അതല്ല പൂർണ്ണമായും BJP പക്ഷത്തേക്ക് ചായുമോ തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഡിഫൻസിൽ തന്നെയാണ്. അത് BJPയും ഡൽഹി പോലീസും വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ കേസിനെ ട്രീറ്റ് ചെയ്യുന്നതും. മാത്രവുമല്ല, ഒരു NGO പൊളിറ്റിക്കൽ പാർട്ടി ആവുന്നത് കൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ പാർട്ടിക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ആം ആദ്മി പാർട്ടി ഒരു കേഡർ പാർട്ടിയല്ല. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സാഹചര്യം ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളുമായിട്ടൊരു വാക്ക് തർക്കമാണ് ഉണ്ടാകുന്നതെങ്കിൽ, അരവിന്ദ് കെജ്രിവാളിന്റെ മുൻപിൽ വെച്ചാണ് മർദ്ദിച്ചിരിക്കുന്നതെങ്കിൽ ഇതൊക്കെ എന്താണ് പിന്നീട് കൊടുക്കുന്ന മെസ്സേജ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും വളരെ മെച്ചുറായി കൈകാര്യം ചെയ്യുന്ന ഒരു നേതൃത്വം ആം ആദ്മി പാർട്ടിയിൽ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കുറച്ച് ഇന്റലക്ച്വൽസ് ഉണ്ട്. ആ ഇന്റലക്ച്വൽ ഗ്രൂപ്പുകൾ വളരെ പ്രോ ഡെവലപ്മെന്റ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു NGOയ്ക്ക് അപ്പുറത്തേക്ക് വളരാൻ കഴിയാതെ പോകുന്ന പാർട്ടി സ്വാഭാവികമായും നേരിടുന്ന ഒരു ആഭ്യന്തര പ്രതിസന്ധി എന്ന നിലയിൽ തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. തീർച്ചയായിട്ടും സ്വാതി മലിവാൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ഒരു പെൺകുട്ടി തന്നെ ഒരാൾ ആക്രമിച്ചു, തന്നെ ഒരാൾ ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൊതുബോധം നിൽക്കേണ്ടത് ആ പെൺകുട്ടിയുടെ പരാതിക്കൊപ്പമാണ്. ഇവിടെ സ്വാതി മലിവാൾ പറഞ്ഞിരിക്കുന്നതിൽ കഴമ്പുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് കൂടി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി ഡിഫൻസിൽ തന്നെയാണ്. പക്ഷേ BJP അതിനെ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിനും കുരുക്കാനുള്ള ഒരു സ്ട്രാറ്റജിയായി തന്നെ കണക്കാക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. Meet the editors.